അറിയാം. നാളെ കൊണ്ടോ വിദ്യാഭ്യാസ മന്ത്രി എന്റെ പിള്ളേരെ ഓർത്ത് ഞാൻ ഇങ്ങനെ സങ്കടപ്പെടുക. എന്റെ പിള്ളേരെ ഓർത്ത് ഇവനൊക്കെ വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കുമ്പോ സ്കൂളിൽ പഠിക്കേണ്ട സ്ഥിതി നമ്മുടെ പിള്ളേർക്ക് ഉണ്ടായല്ലോ. എന്തൊക്കെ ബഹളമായിരുന്നു. മലപ്പുറം കത്തി, മെഷീൻ ഗണ്ണ്, ബോംബ്. No more explanation. Don't ever come in front of me with such lame excuses. പരീക്ഷയിൽ 2,09,398 പേർ എന്ത് പറ്റി രമണ? ഉപരിപഠനത്തിന് യോഗ്യത നേടി. ഇവരെ ഞാൻ എവിടെയോ ഒന്നലാവാം, എന്നാലും അതല്ലല്ലോ, എവിടെയോ വെച്ച കണ്ട പരിചയമുണ്ട്. വിദ്യാഭ്യാസ മന്ത്രി എൻ ശംസുദ്ദീൻ നമുക്കൊപ്പം തത്സമയം ചേരുന്നുണ്ട്. മന്ത്രിസ്ഥാനം ഏറ്റെടുത്ത ശേഷം നമ്മൾ തത്സമയം സംസാരിക്കുന്ന ആദ്യമായിട്ടാണ്. 2,09,398 പേർ എഴുതാനല്ലേ സാറേ അറിയൂ, വായിക്കാറില്ലല്ലോ. പാവം, എല്ലാ കഴിവും കൂടി ദൈവം ഒരാൾക്ക് കൊടുക്കൂലല്ലോ. 2,09,398 പേർ. കണക്കുകളൊന്നും ശരിയാകുന്നില്ലല്ലോ ഗംഗാര. പേടിച്ചിട്ടാ, പണ്ട് എനിക്ക് അങ്ങനെയാ, പേടിച്ചെനിക്ക് കണക്കേറ്റി പോകും. 2,09,398. അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. വളരെ ശ്രദ്ധിച്ച് ഈ ബ്രിഡ്ജ് പാസ് ചെയ്യാൻ കടക്കാൻ സാധിക്കേണ്ടത് ഓരോ വിദ്യാർത്ഥിയും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണെന്ന് ഞങ്ങളൊക്കെ വിദ്യാർത്ഥികളോട് സംസാരിക്കുമ്പോൾ പൊതുവിൽ പറയാറുള്ള ഒരു കാര്യമാണ്. ഈ ആദ്യം ഓരോ സാധനങ്ങൾ കിട്ടാൻ ഇപ്പൊ കിട്ടിയവർക്ക് നല്ല പണിയെടുത്തിട്ടുണ്ടാവൂലേ? താൻ തൊട്ടെന്റെ പാഞ്ചി പറഞ്ഞേ, താൻ വിചാരിച്ചത് വെള്ളയപ്പങ്ങാടിയിൽ വെള്ളയപ്പം ടീം 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 എന്ന് പറഞ്ഞിട്ടുണ്ടാക്കിയതാ. കഷ്ടപ്പെട്ടെന്നെ കിട്ടുള്ളൂ. Like, comment, share, subscribe my channel.